ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്രം. വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ തീരുമാനം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപടികൾ തുടങ്ങി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുന്നു. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഇനി 6 ദിവസങ്ങൾ മാത്രം ബാക്കി. നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഉദ്യോഗാർത്ഥികൾ. ആശാവർക്കർമാരുടെ സമരം 63ാം ദിവസത്തിൽ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ഓശാന. പള്ളികളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും. വിശുദ്ധ വരാചരണത്തിനും തുടക്കമാകും. കേരളത്തിന്റെ ഒരുമ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന കൽപ്പറ്റ എസ്റ്റേൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ സമരത്തിലേക്ക്. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ അനിശ്ചിതകാല സമരം. ശമ്പള കുടിശ്ശികയും ആനുകൂല്യങ്ങളും നൽകണമെന്ന ആവശ്യം. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് മുന്നോടിയായുള്ള നിലമൊരുക്കൽ ജോലികൾ തുടരുന്നു. സ്മാർട്ട് ഫോണുകൾക്കും കമ്പ്യൂട്ടറുകൾക്കും തിരിച്ചടി തീരുവ ഒഴിവാക്കി US. ഒഴിവാക്കിയത് 10% അടിസ്ഥാന തീരുവ ഉൾപ്പെടെ. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്കും ബാധകം. ഏതാനും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാക്കി. IPL-ൽ പഞ്ചാബ് കിങ്സിനെ തകർത്ത ഹൈദരാബാദിന്റെ വിജയം 8 വിക്കറ്റുകൾക്ക്. വിജയശില്പിയായി അഭിഷേക് ശർമ്മ. ഇന്ന് രാജസ്ഥാൻ ബംഗളൂരുവിനെയും ഡൽഹി മുംബൈയെയും നേരിടും.